എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര രസകരമായൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ലോകത്തെ, നമ്മുടെ ചിന്തകളെ തന്നെ രൂപപ്പെടുത്തിയ രണ്ട് വലിയ ആശയങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടത്തെക്കുറിച്ച്. മെച്ചപ്പെട്ടൊരു ലോകം എങ്ങനെയുണ്ടാക്കാം? ഇതിന് ഒരൊറ്റ ശരി ഉത്തരമുണ്ടോ? നൂറ്റാണ്ടുകളായി രാഷ്ട്രീയ ചിന്തകരെല്ലാം തലപുകഞ്ഞ് ആലോചിച്ച ഒരു ചോദ്യമാണിത്. അവസാനം ഇതിന് പ്രധാനമായും നേർവിപരീതമായ രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയത്. അതെ, ഒന്ന് പറഞ്ഞോ, പുരോഗതിക്ക് കൃത്യമായൊരു വഴിയുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. മറ്റേത് വന്നിട്ട് ചോദിച്ചു, അതൊക്കെ കൊള്ളാം, പക്ഷേ ഈ പറയുന്നതിനെയൊക്കെ നമുക്കൊന്ന് ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ നമുക്ക് നേരെ ആധുനികതയും ഉത്തരാധുനികതയും തമ്മിലുള്ള ഈ ഒരു ആശയപരമായ മത്സരത്തിലേക്ക് കടക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആധുനികതയിൽ നിന്ന് തുടങ്ങാം. പുരോഗതിക്കൊരു രൂപരേഖ. ഇതിന് നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുള്ളൊരു ആർക്കിടെക്റ്റിനോട് ഉപമിക്കാം. കൃത്യമായ പ്ലാനോടുകൂടി നല്ലൊരു ലോകം പണിയാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചൊരു ശില്പി. അപ്പോൾ എന്താണ് ഈ ആധുനികത? ഇത് ശരിക്കും ജ്ഞാനോദയ കാലഘട്ടത്തിൽ നിന്ന് വന്ന ഒരു വലിയ ചിന്താധാരയാണ്. അതിൻ്റെ പ്രധാന ആശയം ഇതാണ്: നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചില സാർവത്രിക തത്വങ്ങൾ കണ്ടെത്തി മനുഷ്യരാശിയെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റും. കുറച്ചുകൂടി നീതിയുക്തമായൊരു സമൂഹമുണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം. ഈ ആർക്കിടെക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഒന്നാമത്തെ കാര്യം യുക്തിയിലുള്ള വിശ്വാസമാണ്. മനുഷ്യന് ചിന്തിക്കാൻ കഴിയും, അതുകൊണ്ട് ലോകത്തിന്റെ നിയമങ്ങൾ കണ്ടെത്താനും പറ്റും. രണ്ടാമതായി സാർവത്രിക സത്യങ്ങൾ, അതായത് അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, ഇതൊന്നും ഓരോരുത്തർക്കും മാറുന്ന ഒന്നല്ല, എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യങ്ങളാണ്. മൂന്നാമത്തേത് പുരോഗതിയിലുള്ള വിശ്വാസം. ചരിത്രം മുന്നോട്ടു പോവുകയാണ്, മെച്ചപ്പെട്ടൊരു ലോകത്തേക്ക്. നാലാമതായി ഭരണകൂടം. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഭരണകൂടവും മറ്റ് സ്ഥാപനങ്ങളും. കണ്ടില്ലേ, വളരെ വ്യക്തമായൊരു പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാന ലക്ഷ്യം എന്താണ്? അടിച്ചമർത്തലിൽ നിന്നുള്ള മോചനം. അതിനായി അവർ വലിയ വലിയ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ലിബറലിസം, സോഷ്യലിസം, ദേശീയത, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ജോൺ ലോക്കിനെയും കാൾ മാർക്സിനെയും പോലുള്ള ചിന്തകരൊക്കെ വിശ്വസിച്ചത് ഇത്തരം വലിയ ആശയങ്ങൾ കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്നായിരുന്നു. എല്ലാം ഇങ്ങനെ ഭംഗിയായി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകുമ്പോഴാണ്, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടടുത്ത്, ഈ ശുഭാപ്തി വിശ്വാസത്തിനൊക്കെ ഒരു വലിയ വെല്ലുവിളി വരുന്നത്. പുതിയൊരു ചിന്താധാര രംഗത്തേക്ക് വന്നു. ഷോൺ ഫ്രാൻസ്വൽ യോത്താർ പറഞ്ഞൊരു വാചകമുണ്ട്: മഹത്തായ ആഖ്യാനങ്ങളോടുള്ള അവിശ്വസനീയത്വം. സത്യം പറഞ്ഞാൽ ഇതാണ് ഉത്തരാധുനികതയുടെ കാതൽ. ലോകത്തെ മുഴുവൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഈ വലിയ കഥകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് നെറേറ്റീവ്സ് ഉണ്ടല്ലോ, അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. അതായത് എല്ലാവർക്കും ഒരുപോലെ ശരിയാകുന്ന ഒരൊറ്റ സത്യം എന്നൊന്നുമില്ല എന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ഉത്തരാധുനികത ഒരു വിമർശകന്റെ റോളാണ് ഏറ്റെടുക്കുന്നത്. ആധുനികത പറയുന്ന ഈ സാർവത്രിക സത്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ചോദ്യം ചെയ്യും, എന്നിട്ട് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അധികാരഘടനകളെ പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കും. ഒരൊറ്റ വലിയ സത്യത്തിനു പകരം അത് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ഈ വലിയ പ്ലാനുകളിൽ നിന്നൊക്കെ ആരെയൊക്കെയാണ് നിങ്ങൾ പുറത്താക്കിയത്? ഈ വിമർശകന്റെ കാഴ്ചപ്പാടിൽ അധികാരം എല്ലായിടത്തുമുണ്ട്. മിഷൽ ഫൂക്കെ പോലുള്ള ചിന്തകർ പറയുന്നത് അധികാരം സർക്കാരിലോ പോലീസിലോ മാത്രമല്ല ഒതുങ്ങുന്നതെന്നാണ്. അത് നമ്മുടെ സ്കൂളുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്, ജയിലുകളിൽ, കുടുംബങ്ങളിൽ, എന്തിന് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പോലും അധികാരമുണ്ട്. എന്താണ് നോർമൽ, എന്താണ് ശരി എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സൂക്ഷ്മമായ അധികാര ഘടനകളാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. ഉത്തരാധുനികത ഒരൊറ്റ വസ്തുനിഷ്ഠമായ സത്യത്തെ അപ്പാടെ തള്ളിക്കളയുന്നു. പകരം ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് സത്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ലിംഗഭേദം, വംശം, സംസ്കാരം, ലൈംഗികത, ഇതിൻ്റെയൊക്കെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അനുഭവങ്ങൾക്ക് അവർ വലിയ വില കൊടുക്കുന്നു. കാരണം അവരുടെ കഥകൾ പലപ്പോഴും ഈ പറയുന്ന വലിയ സത്യങ്ങളെ പൊളിച്ചെഴുതുന്നവയായിരിക്കും. ശരി, അപ്പോൾ രണ്ടാശയങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയായി. ഇനി നമുക്കിവരെ നേർക്കുനേറൊന്ന് നിർത്തി നോക്കിയാലോ? ഈ ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എങ്ങനെയിരിക്കുമെന്ന് കാണാം. ഇവരുടെ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ആ കാതലായ സംഘർഷം എന്താണെന്ന് വെച്ചാൽ, അത് സത്യം എന്ന ആശയത്തെക്കുറിച്ചാണ്. ആധുനികത പറയുന്നത് നമുക്ക് യുക്തി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന വസ്തുനിഷ്ഠമായ സാർവത്രികമായ ഒരു സത്യമുണ്ട് എന്നാണ്. എന്നാൽ ഉത്തരാധുനികതയോ, അവർക്ക് അതിൽ സംശയമാണ്. അറിവ് എന്നത് അധികാരവും നമ്മുടെ കാഴ്ചപ്പാടും ചേർന്നു രൂപപ്പെടുത്തുന്ന ഒന്നാണ്, അല്ലാതെ പുറത്ത് തനിയെ നിൽക്കുന്ന ഒന്നല്ല എന്ന് അവർ വാദിക്കുന്നു. ഈ ഒരു ടേബിൾ നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയർ ആവും. കണ്ടില്ലേ, സത്യം എന്ന കാര്യത്തിൽ ആധുനികത സാർവത്രിക സത്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉത്തരാധുനികത പറയുന്നു ഇല്ല, പല സത്യങ്ങളുണ്ടെന്ന്. യുക്തി ആധുനികതയ്ക്ക് വസ്തുനിഷ്ഠമായ ഒന്നാണ്, പക്ഷേ മറ്റേ കൂട്ടർക്ക് അത് അധികാരത്തിൻ്റെ ഒരു ഉപകരണം മാത്രം.
അധികാരം സർക്കാരിലാണെന്ന് ഒരാൾ പറയുമ്പോൾ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട് എന്ന് മറ്റേയാൾ പറയുന്നു. പുരോഗതിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ. ഒരാൾക്ക് കുറച്ച് വിശ്വാസം, മറ്റേയാൾക്ക് സംശയം. അടിമുടി വ്യത്യാസമാണ്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഈ പറയുന്ന തത്വചിന്തയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണ് വരുന്നത്? ഈ സംവാദം ഇന്നത്തെ ലോകത്ത് പ്രസക്തമാകുന്നത് എങ്ങനെയാണ്? ഇവർ രണ്ടുപേരും രാഷ്ട്രീയ മാറ്റത്തെ സമീപിക്കുന്ന വഴികൾ തന്നെ നോക്കൂ. ആധുനികതയുടെ വഴിയിൽ ചിന്തിക്കുന്നവർ നല്ല നിയമങ്ങളുണ്ടാക്കാനും മികച്ച സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ശ്രമിക്കും. എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന സാർവത്രിക നിയമങ്ങൾ കൊണ്ടുവരാൻ നോക്കും. എന്നാൽ ഉത്തരാധുനിക ചിന്താഗതിയുള്ളവർ എന്തു ചെയ്യും? നിലവിലുള്ള അധികാരഘടനകളെ പൊളിച്ചെഴുതാൻ ശ്രമിക്കും. സമൂഹത്തിന്റെ ചില മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കേൾപ്പിക്കാൻ ശ്രമിക്കും. രണ്ടും രണ്ടു വഴികളാണ്. അപ്പോ ഇതിലാരാണ് ശരി? ഒരുപക്ഷേ ആ ചോദ്യം തന്നെ തെറ്റായിരിക്കാം. കാരണം ഈ രണ്ട് ആശയങ്ങളിൽ നിന്നും നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആധുനികത നമുക്ക് പുരോഗതിക്കും നീതിക്കും ഒരു ചട്ടക്കൂട് തരുന്നു. സാർവത്രിക മനുഷ്യാവകാശങ്ങളെന്ന വലിയൊരു ആശയം തരുന്നു. അതേസമയം ഉത്തരാധുനികതയോ അത് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന അനീതികളെ കണ്ടെത്താനുള്ള കണ്ണട തരുന്നു. വൈവിധ്യത്തെ ആഘോഷിക്കാൻ പഠിപ്പിക്കുന്നു. അടിച്ചമർത്തുന്ന വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം തരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന കാര്യം ഇതാണ്. ആധുനികത നമുക്ക് മുന്നോട്ടു പോകാനുള്ള ഒരു വലിയ സ്വപ്നം, ഒരു കാഴ്ചപ്പാട് തരുന്നു. എന്നാൽ ആ സ്വപ്നം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ, നീതിയുക്തമാണോ എന്നുറപ്പുവരുത്താനുള്ള ഒരു വിമർശനാത്മക കണ്ണാടിയാണ് ഉത്തരാധുനികത നമുക്ക് തരുന്നത്. ഒരുപക്ഷേ ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സമീപനമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ആർക്കിടെക്റ്റിന്റെ വലിയ ബ്ലൂ പ്രിന്റ് അതേപടി പിന്തുടരണോ? അതോ വഴിയിലെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന ആ വിമർശകന്റെ വാക്കുകൾക്ക് കൂടി ചെവി കൊടുക്കണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം.